ഇവരെപ്പ പോണതാ ബോട്ടില്? എപ്പ പോവൂര്? രാത്രി ഒരു 3:45 നോക്കിയിട്ട് അടിക്കണത്. അവരുടെ ഇതില് മീൻ എവിടെ ഉണ്ടെന്നിങ്ങനെ മറ്റേ ഒരു സ്ക്രീൻ സാധനത്തിലല്ലേ അവിടെ പിടിക്കും. അപ്പൊ എല്ലാവരും ഉണ്ടത്? എല്ലാ വെള്ളത്തിന്റെ അടിയിൽ ഇരിപ്പുണ്ടത് ആണല്ലേ? വെള്ളത്തിനോട് ടച്ച് ആയിട്ട് ഇങ്ങനെ കാറിന്റെ അടിയിൽ മറ്റേ ഇതുപോലെ സെൻസർ പോലത്തെ സാധനം അല്ലേ? അതുപോലെ ഉണ്ട് വെള്ളത്തിൽ. ഹലോ, അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ യാത്ര എന്ന് പറയുമ്പോഴത്തേക്കും ഞങ്ങൾ ഇന്നലെ ചെറായി വന്ന് ബീച്ചിൽ ഒന്ന് ഇറങ്ങി കളിച്ച് അവിടെ ചെറിയ റൂമൊക്കെ എടുത്ത് അവിടെ താമസിച്ചു. അപ്പൊ രാവിലെ നേരെ മുനമ്പത്തേക്ക് വന്നു, മുനമ്പം ഹാർബറിൽ. ഞങ്ങളിപ്പോൾ എല്ലാവരും മുനമ്പം ഹാർബറിലുണ്ട്. അപ്പോൾ മുനമ്പം ഹാർബറിൽ നിന്നും തത്സമയമാണ്. ഹാർബറിൽ ഇപ്പോൾ ഈ ഇങ്ങറ്റത്താണ് നമ്മൾ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു ബോട്ട് വരാനുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആൾക്കാർ രാവിലെയാണുള്ള ബോട്ടുകളൊക്കെ മീനും വന്നിട്ട് മീനൊക്കെ ആയിട്ട് പോയി, ആൾക്കാരെ കൊണ്ടുപോയി. ഇപ്പോൾ കുറേ അവിടെ കണ്ട ആ ബോട്ട് വരാനുള്ള സംഭവത്തിൽ ആൾക്കാർ മറ്റേ മീൻ പെട്ടിക്കകത്ത് ഐസൊക്കെ നിറച്ച് സെറ്റപ്പ് ആക്കുന്നുണ്ട്. ഇവിടെ അക്ഷമനായിട്ടൊരു ചേട്ടൻ കുറേ നേരമായി മീൻ വരാത്ത എന്താന്ന് നോക്കി നിൽക്കുന്നുണ്ട്. വണ്ടികൾ ഇങ്ങനെ നിരനിരയായിട്ടൂടെ കിടപ്പുണ്ട്. ഈ സൈഡിലൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ബാക്കിലോട്ട് നോക്കി കഴിഞ്ഞാൽ മീൻ കൊണ്ടുപോകാനുള്ള വണ്ടികൾ വന്ന് കിടക്കുന്നുണ്ടോ. അപ്പോൾ ഓരോരോ ട്രെയിനായിട്ട് കിടക്കുന്നതായിരിക്കും. ഇവിടുത്തെ സിസ്റ്റം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പക്ഷേ കുറേ വണ്ടികൾ പോകണം ഞാൻ കണ്ടു. ഇപ്പോൾ കുറേ വണ്ടികൾ മീനായിട്ട് പോയി. ഇപ്പോൾ ഈ സൈഡിൽ ഒരു ബോട്ട് വരും. അപ്പോൾ ആ സൈഡിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇതുണ്ടല്ലേ, ബോട്ടൊക്കെ ഡോക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഇന്നത്തെ പഴി കഴിഞ്ഞതായിരിക്കാം, എന്താണെന്നറിയില്ല, അവിടെ അങ്ങനെ ചോദിച്ചൊന്നുമില്ല. പിന്നെ ഈ സൈഡിൽ അവർ ബോട്ടുകളിലേക്ക് കൊണ്ടുപോകാനുള്ള വലകൾ കാര്യങ്ങളെല്ലാം റോൾ ചെയ്ത് സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ മീൻ വന്ന വലകളായിരിക്കും രാവിലെ മീൻ പിടിച്ചുകൊണ്ട് വന്നത്, പിന്നെ എടുത്തിട്ട് അവർക്കത് റോൾ ചെയ്ത് സെറ്റാക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ മുനമ്പം ഹാർബറിൽ ആദ്യമായിട്ടാണ് വരണേ. നമ്മള് മുനമ്പ ഹാർബറിൽ വന്ന് ഒരു മീൻ ലേലംവിളി കണ്ട്, കൊച്ചു വരെ ലേലംവിളി കണ്ട് പഠിച്ച്. അപ്പോൾ അതിനകത്ത് കണ്ട ആ വഞ്ചിക്കകത്ത് കണ്ട മീനെന്ന് പറയുമ്പോൾ അവർ പറഞ്ഞത് ഒരു 1000 കിലോയുടെ അടുത്തുണ്ടാവുമെന്ന് പറഞ്ഞു. നല്ല അയിലാണ് അതിനകത്ത്. അപ്പോൾ അവർ വിളിച്ചതെന്ന് പറഞ്ഞാൽ 1,50,000 രൂപയ്ക്കാണ് വിളിച്ചത്. നിങ്ങൾ വിളിച്ചു കേട്ടില്ലേ? അപ്പോൾ 1000 രൂപ എന്ന് പറഞ്ഞാൽ 1,00,000 മുകളിലോട്ട് വന്നതാണ് അവർ പറഞ്ഞത്. ഇനിയിപ്പോൾ ആ ബോട്ടുണ്ടല്ലോ, ഇത് അവിടെ കൊണ്ടുപോയി അവർ നിർത്തി ഞാനന്ന് പകർത്തി കൊണ്ടുപോകാനുള്ളവർ കൊണ്ടുപോകും. ഇത് എന്താണ് മീനുണ്ടാവും ആണല്ലേ? കിലോ കാണാൻ പറ്റൂല. പിന്നെ ലേലംവിളി നമ്മൾ കണ്ടല്ലോ, ഇത് രണ്ടാമത്തെ ലേലംവിളിയാണ് കഴിഞ്ഞത്. ആ വലിയ ബോട്ടിൽ വന്നത് അവർ പറഞ്ഞ ഏകദേശം ഒരു 4000 കിലോ അയിലുണ്ടെന്ന് പറഞ്ഞത്. 4000 കിലോ അയില ഏകദേശം 5 ലക്ഷം രൂപയ്ക്കാണ് പോയത്. ഏകദേശം 5 ലക്ഷം രൂപയ്ക്ക് ഏകദേശം 4000 കിലോ. അത് തൂക്കി നോക്കിയിട്ടൊന്നുമല്ല അവർ വിളിക്കുന്നത്, അതൊരു അടങ്കൽ വിലയാണ് നോക്കിയിട്ട് പറഞ്ഞതാണ്. അപ്പം അവർ പറഞ്ഞത് കാണുമ്പോൾ അറിയാലോ, അവർക്ക് സ്ഥിരം വിളിക്കുന്ന ആൾക്കാരാകുമ്പോൾ അറിയാലോ കാണുമ്പോൾ. ഏകദേശം 4000 കിലോ വെച്ചാൽ 4 ടൺ ഉണ്ടാവണമെന്നാണ് പറഞ്ഞത്. 5 ലക്ഷം രൂപ കച്ചവടമായി. ബിസിനസ് വശങ്ങളൊന്നും നമുക്ക് വലിയ പിടിയൊന്നുമില്ല, എന്നാലും കോമൺ സെൻസ് മാത്സ് വെച്ച് നോക്കുമ്പോഴത്തോട്ടും ഒരു ഏകദേശം ഒരു 120 രൂപയ്ക്കാണ് അവർക്ക് 1 കിലോ അയില. നല്ല പെട്ടക്കണ അയില എന്ന് പറഞ്ഞാൽ പെട്ടക്കണ അയില തന്നെ ഇപ്പോൾ വന്നേക്കണേയാണല്ലോ. അവിടെ നിന്ന് കടലിൽ നിന്ന് പോയിട്ട് 120 രൂപ പെർ കിലോയ്ക്കാണ് അവർക്ക് സാധനം കിട്ടിയത്. അപ്പോൾ ഇനി ഇത് പോയിട്ട് മാർക്കറ്റിൽ പോയി അവർ വിൽക്കുമ്പോഴത്തേക്കും എനിക്കറിയാൻ പാടില്ല, അയിലയുടെ ഇന്നത്തെ വില അറിയാൻ പാടില്ല. ഏകദേശം 100-300 രൂപ, 250 രൂപയെങ്കിലും കാണുമായിരിക്കും.
അപ്പൊ ആ 4,86,000 രൂപ ഓൾമോസ്റ്റ് 10 ലക്ഷം രൂപയായി മാറും മാർക്കറ്റിലേക്കൊക്കെ ചെന്ന് കഴിയുമ്പോൾ. അപ്പൊ ഇതിന്റെ ഇടയ്ക്കുള്ള ഡീലുകൾ കാര്യങ്ങൾ ആർക്കൊക്കെ കമ്മീഷൻ ആവുന്ന എനിക്കറിയാമല്ലോ. പക്ഷെ ജനറലി സ്പീക്കിംഗ് ഇതാണ് മനസ്സിലാക്കാൻ പറ്റിയത്. ചീനവല ഉണ്ട്. ചീനവല പൊക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നു. രണ്ട് ചെറിയ മീനെ കണ്ട് കിട്ടി. കുറേ ചീനവലകളുണ്ട് ഇവിടെ.